എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഡയറ്റുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതെന്താണെന്ന് കാണിച്ചു തരാം. ഉണ്ടാക്കണ ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഇത് ഗോതമ്പ് പൊടിയാണ്. ഇത് നമ്മൾ പൊടിപ്പിച്ച ഗോതമ്പ് പൊടിയാണ് കേട്ടോ. കുറച്ച് ഉപ്പ് പൊടി ഇടുക, നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നാളികേരം കുറച്ചിട്ടാൽ മതി കേട്ടോ. നാളികേരം വെച്ചാൽ നമ്മൾ കടുക് വറുക്കുമ്പോഴൊക്കെ ചേർക്കാനുള്ളതാണ്. കുറച്ച് നാളികേരം നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണേക്കായും കുറച്ചും കൂടി വെള്ളം വേണം, ഉരുട്ടിയിടാനുള്ളതാണ്. നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കുഴയ്ക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ കുഴയ്ക്കാനായിട്ട്. വെള്ളം അധികം ആവരുത്. രാത്രിയൊക്കെ നമുക്ക് ചോറുണ്ണാൻ പറ്റില്ലെങ്കിൽ എന്നും ചപ്പാത്തി കഴിച്ച് മടുക്കും നമുക്ക്, ഈ ഷുഗറുകാർക്കൊക്കെ. അപ്പോൾ എന്നും ചപ്പാത്തി കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. അപ്പോൾ ഇടയ്ക്കൊക്കെ മാറി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാം, അത് കഴിഞ്ഞ് ഇത് ഒരു ദിവസം ഉണ്ടാക്കുക, പിന്നെ ഒരു ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കുക. അങ്ങനെ മാറി നമുക്ക് അരിക്ക് പകരം. പക്ഷേ അരിയും ഗോതമ്പൊക്കെ ഒരേതാണെന്നാണ് പറയണേ. എന്നാലും നമുക്ക് ഈ ചപ്പാത്തി ഇതൊക്കെ കഴിക്കുമ്പോൾ കുറേശ്ശല്ലേ നമ്മൾ കഴിക്കുള്ളൂ. അപ്പം നമ്മളിതൊക്കെ മാറി ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. എന്നും ചപ്പാത്തി തിന്ന് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാവും. ഇതിനാകുമ്പോൾ അധികം വെളിച്ചെണ്ണ വേണ്ട. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ പൊടി എടുക്കണേ. ഞങ്ങൾ എല്ലാവരും രാത്രി എല്ലാവരും കഴിക്കണേ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ഡയറ്റുകാർക്ക് മാത്രമല്ല, എല്ലാവരും കഴിക്കുമ്പോൾ ഒരേപോലത്തെ ഭക്ഷണം കഴിക്കാറുള്ളൂ. അപ്പോൾ ഒരാൾക്ക് വേറെ ഒന്നുമില്ല, ഷുഗറുകാരൊന്നുമില്ല. അപ്പോൾ നമ്മളതേ ഈ പാകത്തിൽ കുഴയ്ക്കുക. ചപ്പാത്തിയൊക്കെയും കുറച്ച് വെള്ളം കൂടുതൽ വേണം കേട്ടോ. ഇങ്ങനെ കുഴച്ച് വയ്ക്കുക. ഉപ്പൊക്കെ നോക്കുക. പിന്നെ നമ്മളിത് ഇടണ വെള്ളത്തിൽ ഉപ്പിടും. ഇതിപ്പോൾ വെള്ളം വെച്ചു നമ്മൾ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. അധികം ഉപ്പിടരുത് കേട്ടോ. അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉപ്പ് കൂടും. കുറച്ച് ഉപ്പിടുക, തിളയ്ക്കുക. വെള്ളോടെ ഒന്ന് തിളയ്ക്കണ്ടേ. നമ്മുടെ വെള്ളം തിളച്ചു കണ്ട. അപ്പോൾ നമ്മൾ ഈ മാവ് കണ്ട, ഈ മാവ് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയും വലുപ്പത്തിൽ. ഇത് വെന്തിടുമ്പോൾ ഒന്നും കൂടി വലുതാവും. അപ്പോൾ അധികം വലുതാക്കി ഇടാണ്ടിരിക്കാൻ നല്ലത്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെല്ലാം ഉരുട്ടി കണ്ട അങ്ങനെ ഇതിലിട്ടു. ഇനി ഇതിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ വേവ്. അധികം വേവൊന്നുമില്ല. നല്ലോണം ഒന്ന് വേവട്ടെ. ഇപ്പം ഇത് വെന്തു കേട്ടോ. ഗോതമ്പിൻ്റെ ഈ ഉണ്ടാകണ്ട നമ്മൾ ഇട്ടേക്കായി ഇത്തിരി വലുതായണ്ട. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ. വലിയ ഉണ്ടയിട്ടിട്ട് അതിലും വലുതായിട്ട് വരും. നമ്മൾ ചെറുതാണ്, എന്നിട്ടും വലുതായി. എന്നിട്ട് ഇനി നമ്മൾ ഓഫ് ചെയ്തു ഊറ്റാൻ പോകും. ഊറ്റിയിട്ട് കാണിക്കാം. ഇത് ഊറ്റി അതിന് ശേഷം അപ്പം തന്നെ ഇത്തിരി പച്ചവെള്ളം ഒഴിക്കുക. ഈ പച്ചവെള്ളം ഒഴിക്കണ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുപ്പുണ്ടാവും. ഈ വഴുവഴുപ്പ് പോവാനാണ്. എന്നിട്ട് ഇതിങ്ങനെ ഊറ്റിയിട്ട് ഇവിടെ ഇരുന്ന് വെള്ളം പോട്ടെ. കണ്ട, ഇനി ഇത് വെള്ളം പോകണം. അപ്പം നമ്മൾ ഉരുളി വയ്ക്കാൻ പോകണു. ഉരുളി വെച്ചു. ഇത് ചുമന്നുള്ളി അരിഞ്ഞത്, ഇത് സവാള അരിഞ്ഞത്. സവാള എല്ലാ കൂടുതൽ ചുവന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതാണ് സ്വാദ്. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി വറ്റൽമുളക് കൂടി ഉണ്ട്. അപ്പം നമ്മൾ ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ടു. പിന്നെ വറ്റൽമുളകാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. ഞാൻ പച്ചമുളക് കുറച്ച് ഇട്ടിട്ടുള്ളൂ. വറ്റൽമുളക് നല്ലോണം ഇടണം. ഇനി നമ്മൾ ചുവന്നുള്ളി, ഇതെല്ലാം കൂടി ഇതാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വേറെ വെച്ചത്.
ആവശ്യമുള്ള കുറച്ച് ഉപ്പ്. ഇനി ഇതേ തേങ്ങ, കുറച്ച് തേങ്ങ. ഉള്ളി അധികം മൂക്കണ്ട, എന്നാൽ കടിക്കരുത് കേട്ടോ. ഉള്ളി കടിക്കാതിരിക്കാനുള്ള ഇതായിട്ട് മുന്നത്തേക്ക് അടി. ചുമക്കൊന്നും വേണ്ട. ഈ തേങ്ങയും കൂടി ഇട്ട് തേങ്ങയുടെയും പച്ച ചുവന്ന് പോയാൽ മതി. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഒഴിക്കണുള്ളൂ. ഈ ഡയറ്റുകാർക്കൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒരുപാട് ഉപയോഗിക്കരുത്. കൊളസ്ട്രോള്, ഷുഗറ്, ഡയറ്റുകാർക്കൊക്കെ കഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ, ഇതൊന്നും മൂക്കാനുള്ള വെളിച്ചെണ്ണ. അതുകൊണ്ടാണ് തെങ്ങിയിരിക്കണത്. ഈ വെളിച്ചെണ്ണയൊക്കെ കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് കഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്ക് പകരമൊന്നും പറഞ്ഞ് കഴിക്കണമല്ല. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്ക് കറിയൊന്നും വേണ്ട. പിന്നെ ഈ കൊളസ്ട്രോളും പ്രഷറൊന്നും ഇല്ലാത്തവർക്ക് പപ്പടം കൂട്ടിയാൽ നല്ലതാണ് കേട്ടോ. പപ്പടം കൂട്ടി തിന്നാ ഏറ്റവും ടേസ്റ്റ് പപ്പടവും ഇതും കൂടിയാണ്. നമ്മൾ ഈ വച്ചേക്കണ ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഇതിൽ കിടന്ന് നല്ല വെളിച്ചെണ്ണയൊക്കെ ഇത്തിരി കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ഇത് തന്നെ. നല്ല നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരിക്കും ഈ സാധനം. ഇത് കുറച്ച് നേരം ഇതിൽ കിടന്ന് ഒന്ന് വലിയണം. വലിയ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. ഷുഗറുകാർക്ക്, കൊളസ്ട്രോളുകാർക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയുണ്ട്?